എൻ്റെ പിന്നെ ഒരു രക്ഷയില്ലാത്ത മീൻകറി. ലോകത്തിൽ ഏറ്റവും രുചിയുള്ള മീൻകറി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് കോട്ടയംകാരുടെ മീൻകറിയാണ്. പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ടേസ്റ്റും രുചിയും ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഉടച്ച് പദം വരുത്തിയ മഞ്ഞക്കപ്പയിൽ നമ്മുടെ മീൻകറി ഒഴിച്ചു കൊടുക്കും. എന്താ അന്തസ്! ആ ടേസ്റ്റിന് മുമ്പിൽ നമ്മൾ ഏത് മീൻകറി മാറി നിൽക്കോട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു മീൻകറി. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ മീൻകറി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് സ്റ്റൗവിലേക്ക് നമുക്കൊരു മീൻചട്ടി വെച്ച് കൊടുക്കാം. മീൻചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ മീൻചട്ടി ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്കായിട്ട് 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച ഉലുവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്ത ശേഷം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 3ഓളം പച്ചമുളക്, അതും ചതച്ചാണ് എടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുത്ത ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 8-9 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചതച്ചാണ് ചേർത്തിട്ടുള്ളത്. ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിന് പുറത്തായിട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ താളിച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ സമയം നമ്മുടെ തീ ഒന്ന് ലോയിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിലും എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും പറ്റുന്ന രീതിക്ക് ഒരല്പം നേരം ആ ഒരു മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ കുറച്ച് കുടംപുളി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മീൻകറിക്ക് എത്രയാണോ ചാറ് വേണ്ടേ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ശേഷം ഇതൊന്ന് തിളച്ച് വന്നോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ 250 ഗ്രാമോളം ചൂരമീൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂര അല്ല, ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചൂര കിട്ടിയതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒരു അടപ്പ് യൂസ് ചെയ്ത് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ചാറിനനുസരിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കറക്കി വയ്ക്കാം. സ്പൂൺ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല, ചൂര കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂരക്കറി കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായും ഈ മീൻകറി ഇഷ്ടപ്പെടും. വീട്ടിലിടയ്ക്കിടയ്ക്ക് നിങ്ങളത് ഉണ്ടാക്കി നോക്കും. മക്കൾക്കൊക്കെ അത് ഒത്തിരി ഇഷ്ടപ്പെടും മീൻകറി. കപ്പയോടൊപ്പവും ചോറിനോടൊപ്പവും നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാം. അത്രയ്ക്ക് സ്വാദിഷ്ടമായ മീൻകറിയാണ്. ഈ മീൻകറി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് മീൻ യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തുടർന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.